ഹായ് ഗൈസ്, അങ്ങനെ മോർണിംഗ് തന്നെ നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം വെക്കേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പോകുന്നത് മുരുടേശ്വരത്തേക്കാണ്. പോകുന്നതിന് മുന്നേ നമുക്ക് സൗപർണിക നദിയും കൂടെ വിസിറ്റ് ചെയ്യണമായിരുന്നു. സോ നമ്മൾ നേരെ സൗപർണിക നദിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റി. പിന്നെ കുറച്ച് വെള്ളാരങ്കല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളാരങ്കല്ല് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ തന്നെ വീണ്ടും നമുക്ക് എത്തിച്ചേരാൻ പറ്റും, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. സോ നമ്മൾ 2 വെള്ളാരങ്കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ മൂകാംബികയിൽ നിന്നും മുരുടേശ്വരത്തേക്ക് പോയത്. ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ട് മൂകാംബിക ടു മുരുടേശ്വരം. സോ നമ്മളെല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് അങ്ങോട്ടേക്ക് പോയത്. റേഡിയോ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ലഗേജും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ ക്ലോക്ക് റൂമിലേക്കാണ് പോയത്. നമ്മുടെ ലഗേജെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ അങ്ങനെ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുരുടേശ്വരത്ത്. പിന്നെ നമ്മൾ അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ലഡുവാണ്. നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിച്ചു. നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ പോയത് ആ ശിവൻ്റെ സ്റ്റാച്ചുവിലേക്കാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് താഴെയായിട്ട് ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. അപ്പം നമുക്കത് പാസ് എടുത്തിട്ട് വേണം അതിലേക്ക് കയറാൻ. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അകത്തേക്ക് കയറി. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഫുൾ ഇതിൽ പറയുന്നത്. ഗോഹൻ, സജീഷ്, ധരീഷ്, ഗുണപതേഷ്, മുരുടേശ്വർ, മാതാവിന് പണ്ടൊക്കെ മ്യൂസിയം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വെളിയിൽ ഇറങ്ങി. അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് അധികം പോയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മൾ ഇനി മുരുടേശ്വരത്തു നിന്ന് സ്ട്രെയിറ്റ് പോകുന്നത് ഉടുപ്പിയിലേക്കാണ്. ഇവിടെ നിന്നൊരു 1/2 hour ട്രെയിൻ ട്രാവൽ ഉണ്ട്. മുരുടേശ്വരം ടു ഉടുപ്പി ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുരുടേശ്വരം ടെമ്പിൾ ട്രെയിനിലിരുന്ന് കാണാൻ പറ്റി.
അങ്ങനെ നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ നമ്മളിപ്പോൾ പോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അമ്പലത്തിലേക്ക്. നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ എത്തി. തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിനകത്തേക്ക് പോയി തൊഴാനായിട്ട്. പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ വന്നിട്ട് അടുത്തുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെയൊക്കെ കയറി ചുമ്മാ കുറച്ച് കീ ചെയിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. പാനിപൂരിയും പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മുളക് ബജി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മുളക് ബജിയൊക്കെ കഴിച്ചതിന് ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. മിർച്ചി ബജ്ജി കഴിച്ച് കിളി പോയിരിക്കുന്ന സരിതാണ്. മാക്കെന്ന് വെള്ളം കുടിക്കുന്നുണ്ട് മുളക് തോറ്റുപോയ മുളകാണ്. നമ്മൾ കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നേരെ പോയത് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റിട്ടേൺ ട്രെയിൻ നാട്ടിലേക്ക് 10:30 ഉണ്ടായിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ടെമ്പിളിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.